ക്രിസ്റ്റൽ പാലസിനെതിരെ കമ്മ്യൂണിറ്റി ഷീൽഡിൽ പൊട്ടിപ്പോയ അല്ലെങ്കിൽ തോറ്റുപോയ ലിവർപൂളിന് ആശ്വസിക്കാനും ആശ്വസിക്കാതിരിക്കാനുമുള്ള 2 പോയിന്റുമായിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത് കേട്ടോ. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ പ്രീമിയർ ലീഗിലെ തന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് കേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു കേഴ്സിനെ കുറിച്ചും കൂടെ പറഞ്ഞു പോകാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ റീല് കണ്ടിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഈ കേഴ്സിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കി കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അത് താഴെ കമൻറ്റും കൂടെ ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെൽക്കം ടു ആൻറ്റപ്പൻ ടോക്കീസ്. യെസ്, അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് കേഴ്സ് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ഈ മാച്ചിനെ കീറി മുറിച്ച് ഇന്നതാണ് അതിൻ്റെ കാരണം ഇന്നതല്ല അതിൻ്റെ കാരണം അങ്ങനെയൊന്നും പറയില്ല, കുറച്ചും കൂടെ ഫണ്ണാക്കിയിട്ട് കൊണ്ടുപോകുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഷീൽഡ് കേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1992 ശേഷം മിക്ക ടീമുകൾക്കും ഷീൽഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തടിക്കാൻ പറ്റില്ല, ഈ പറയുന്ന പോലെ തന്നെ ലീഗ് അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മിത്ത് കിടപ്പുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഇതാകെ ഒന്ന് മാറ്റിയ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുണൈറ്റഡിൻ്റെ 2007, 2008, ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു 2010 സീസണും അതുപോലെ തന്നെ സിറ്റിയുടെ കാര്യത്തിൽ 2018-ലും 2019-ലും ഇവർക്ക് രണ്ടും അടിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതല്ലാതെ നോക്കുമ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ടെക്നോളജീസ് ഉള്ള, ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സ് കളിക്കുന്ന, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഈ പ്രീമിയർ ലീഗിലും ഇതുപോലത്തെ മിത്ത് കിടപ്പുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലിവർപൂൾ ഫാൻ എന്ന രീതിയിൽ ആശ്വസിക്കാൻ വേണമെങ്കിൽ പറയാം, ഇതുപോലൊരു മിത്ത് കിടക്കില്ലേ, അതായത് ഇത് കമ്മ്യൂണിറ്റി ഷീൽഡ് കേഴ്സ് എന്ന് പറയുന്ന ഒരു കേഴ്സ് കിടപ്പുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ 300 മില്യൻ്റെയൊക്കെ സ്പെൻഡ് നടത്തിയതല്ലേ, അപ്പം ലീഗ് അടിക്കുക എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ എന്തായിരുന്നു ഇന്നലത്തെ മത്സരത്തിലെ ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടീമും നന്നായി കളിച്ചു. അതിപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലിവർപൂൾ ആണെങ്കിലും ശരി, ഈ പറയുന്ന പോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് ആണെന്നുണ്ടെങ്കിലും ദേവർ ലൈക്ക് അടിപൊളി, കുറ്റമൊന്നും പറയാനില്ല. ആ രീതിയിൽ 2 പേരും കാര്യം ഇതൊരു കട്ടൻ റേസർ പോലത്തെ ഒരു മത്സരം തന്നെയാണ്. സോ ടെക്നിക്കലി ആ ഒരു മത്സരത്തിൽ നമ്മൾ ഒരുപാട് അങ്ങ് 2 ടീമിനെയും കുറ്റം പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും അവരുടെ 2 പേരുടെയും പെർഫോമൻസ് വാസ് ക്വൈറ്റ് ഗുഡ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഈ 300 മില്യൻ്റെ സ്പെൻഡ് നടത്തിയിട്ടും ലിവർപൂളിന് ട്രോഫി അടിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ഇതിൻ്റെ ഇപ്പുറത്ത് ആ മാച്ചിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കണ്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയാളീസൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും 11 തൊപ്പിയിട്ട് വരുന്നുണ്ട് തൊപ്പിയിടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളിയാക്കി പറയാവുന്ന സ്ഥലത്തു നിന്നാണ് ഡീൻ ഹെഡർസൺ എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസിൻ്റെ ഗോൾ കീപ്പർ ആ ഒരു പെനാൽറ്റിയിൽ കാഴ്ച വെച്ചിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്. അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാച്ചിൽ ഷീൽഡ് മത്സരത്തിൽ ഡിഫറൻ്റ് ആയിട്ട് നിന്നതെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ മാച്ചിൽ ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ആ കേഴ്സ് ആയതുകൊണ്ട് ആ കേഴ്സിൻ്റെ തലയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാം. നെഗറ്റീവ് കാര്യം എന്ന് പറയുന്നത് ഇത്രയൊക്കെ സൈനിങ്സ് നടത്തിയിട്ട് പോലും ലിവർപൂളിന് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതൊരു നെഗറ്റീവ് കാര്യം തന്നെയാണ്. എന്നാൽ പല വൻപൻ ടീമുകളും വേണ്ടാന്ന് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പോരാ എന്ന് പറഞ്ഞ് മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്ന ഡീൻ എഡർസൺ ആണ് ഈ കളിയിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ദ വൈറ്റൽ ഒരു ഡിഫറൻസ് ഉണ്ടാക്കി എന്നുള്ളത് ഇസ് എ ബിഗ് പോയിന്റ്, പോസിറ്റീവ് പോയിന്റ്. അപ്പം നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക. വീഡിയോ കണ്ട് കഴിയാറായിട്ടുണ്ടാവും ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നും കൂടെ നിങ്ങൾ ലോങ് ഫോർമാറ്റ് വീഡിയോയിൽ എനിക്ക് ദാരിദ്ര്യ അവസ്ഥയാണ്, അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിൽ താഴെ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ തോന്നിയത്, അതിപ്പോൾ എന്നെ ചീത്ത പറയാനാണെന്നുണ്ടെങ്കിൽ പോലും താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് അങ്ങനെ ഗ്രോ ചെയ്യാം. സോ യാ, താങ്ക് യു.